ഹായ് ഫ്രണ്ട്സ് വീട്ടിൽ അപ്പോൾ ഇത് വരുന്ന പറയുന്ന കേസ് നമ്മൾ അദ്യക്കുട്ടനെ പ്രാങ്ക് ചെയ്യാൻ പോകണം കേസ് ഇന്ന് സ്കൂൾ തുറക്കുമ്പോൾ എന്താണ് സ്കൂള് തുറക്കും നിന്റെ മൂക്കിൽ പൗഡർ ഒരു മിനിറ്റ് റൂമിലേക്ക് മിണ്ട ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് ഞാൻ പറയാം നീ ആദ്യം ഇങ്ങോട്ടൊന്ന് വാ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ അയ്യോ കറണ്ട് പോയി ഇവിടെ നിന്നോ ഗൈസ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അദ്യക്കുട്ടനെ പ്രാങ്ക് ചെയ്യാൻ പോവാണ്. അപ്പം സ്കൂള് ഓപ്പൺ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സ്കൂൾ ഓപ്പൺ. അപ്പം നമ്മൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടീക്കുട്ടിയാണെന്ന് മേക്കപ്പ് ചെയ്യുന്നത്. അദ്യക്കുട്ടിന് അവസാനം കരയോ ഇല്ലാച്ച ഡാഡിയുടെ നിന്ന് ഞങ്ങൾക്ക് ചീത്ത കിട്ടുമോ ഒന്നും അറിയില്ല. രണ്ടുപേർക്കും ചീത്ത കിട്ടാൻ ചാൻസ് ഉണ്ട്, കാരണം അദ്യക്കുട്ടിനെ കരയിപ്പിച്ചാൽ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നമുക്കൊന്ന് പ്രാങ്ക് ചെയ്താലോ? പിന്നെയാണ് ഒരു മിനിറ്റ് ആ മെസ്സേജ് കാണിച്ചോ. വീഡിയോ എടുക്കാൻ പോവാണ് കേട്ടോ. അദ്യക്കുട്ട ഒരു സർപ്രൈസ് ഉണ്ട് ഗൈസ്. എന്താണ് അപ്പൊ ഇന്ന് ശരി പോവാം, കുഴപ്പമൊന്നുമില്ലല്ലോ ടീയ. അപ്പൊ വീഡിയോ നമ്മൾ എടുക്കാൻ പോവാണ്. അദ്യക്കുട്ടനെ ഇന്ന് സ്കൂളുണ്ട്. ഓക്കെ, കുറച്ച് നേരമേ ഉള്ളൂ. ഒരാഴ്ച ഉണ്ടാവും, അത് കഴിഞ്ഞ ഉണ്ടാവില്ല കേട്ടോ. അത് കഴിഞ്ഞ് 11 ആ ബസ് ഇപ്പോൾ വരും, അത് കുഴപ്പമില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടീക്കുട്ടി അദ്യക്കുട്ടിനെ റെഡിയാക്കണതാണ് കേട്ടോ. റെഡി അദ്യ? ചെറിയ സങ്കടം ഉണ്ടോ? എന്തെങ്കിലും ഒരു സങ്കടം? അങ്ങനെയൊന്നുമില്ല, കുഴപ്പമില്ല ഗൈസ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ടീക്കുട്ടി നീ ഒരുപാട് സന്തോഷിക്കൊന്നും വേണ്ട, എപ്പോൾ വേണമെങ്കിലും നിനക്കും ക്ലാസ് തുടങ്ങാം. ഓക്കെ, അപ്പോൾ അദ്യക്കുട്ട റെഡി? യെസ്, വാ. എല്ലാം തരും അദ്യക്കുട്ട. സേ ഗൈസ്, യൂണിഫോം എല്ലാം സെറ്റ് ആയിട്ട് ബാഗിൽ മമ്മ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് അദ്യക്കുട്ടൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോവാണ് കേട്ടോ. ഓക്കെ, വേഗം ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വന്നേ. അങ്ങനെ ദേ അദ്യക്കുട്ടനെ നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങനെ ആവുമെന്നൊന്നും ഐഡിയ ഇല്ല, ബുക്സ് ഒന്നും കിട്ടിയില്ല. അദ്യക്കുട്ടന് അങ്ങനെ സങ്കടം ഉണ്ടോടാ? സ്കൂളിലൊന്നും ബുക്സേ ഇല്ല, അത് കുഴപ്പമില്ല, അത് നമ്മൾ വെറുതെ അങ്ങനെ നമ്മൾ എല്ലാം സെറ്റാക്കി ഇതേ പൗഡറൊക്കെ ഇട്ട് സ്കൂൾ ബസ് വെയിറ്റിംഗ് ആണ് അല്ലേ ടീ? അന്ന് ടീക്കുട്ടിയാണ് കേട്ടോ സ്കൂൾ ബസ്സിൽ കൊണ്ടാക്കുന്നത്. ഓക്കെ, ആദ്യക്കുട്ടിന് ആകെ ഒരു പ്രശ്നമേ ഉള്ളൂ, ഐപാഡ് ടീക്കുട്ടി കളിക്കാൻ പാടില്ല എന്നല്ലേ. സെറ്റ്, വാ. എപ്പോഴാണ് നിനക്ക് ബാഗിൽ ഇട്ട് കൊടുക്ക്. ഓക്കെ ഗൈസ്, അപ്പം നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ട് ലഞ്ചൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതൊന്നും അങ്ങനെ പ്രശ്നമൊന്നുമില്ല, ചെരുപ്പൊക്കെ ഏത് വേണമെങ്കിലും ഇടാം, വിഷയമേ അല്ല. അപ്പം നമ്മളിപ്പം സ്കൂൾ ബസ്സിന് വെയിറ്റിംഗ്. കുറച്ച് സമയം എടുക്കും. ടീക്കുട്ടിക്ക് ചിരി വരുന്നുണ്ടോ? വെള്ളമല്ല ഗൈസ്, ഇത് വേറെന്തോ സംഭവമാണ്. അങ്ങനെ ഞങ്ങൾക്കൊന്നും അങ്ങനെ വലിയ കരച്ചിലോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. 5th ഫസ്റ്റ് ഡേ സ്കൂളിലോട്ട് പോവുകയാണ്. മിണ്ടാതിരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ദേ അദ്യക്കുട്ടൻ എന്തിനു വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക? ഗേറ്റ് തുറന്നില്ല. എന്ത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക? സ്കൂൾ എന്തിനു വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക നീ ഇപ്പൊ? വണ്ടിയിൽ പോവാൻ. സ്കൂൾ ബസ് സാൻഡ്വേ ഒക്കെ എല്ലാവരും ഉണ്ടാവും. അപ്പൊ എല്ലാവരും കൂടെ അങ്ങനെ അദ്യക്കുട്ടൻ ഫസ്റ്റ് ഡേ സ്കൂളിലോട്ട്. ഓക്കെ, ഫസ്റ്റ് ഡേ എന്തായിരുന്നു? ട്രയൽ. സ്കൂളല്ല, ക്ലാസ് ടീച്ചർ ആരാന്നൊന്നും ചിലപ്പോ മറക്കും ഗൈസ്, ഏതാണ് ക്ലാസ് ടീച്ചർ ഒന്നും അറിയില്ല. ഈ സദ്യക്കൂട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ടല്ലോ ടീയാ, പ്രശ്നമാവോ? വേഗം ഇല്ലല്ല, ബസ് വന്നില്ല എന്ന് പറയാം. ഓക്കെ അദ്യക്കുട്ട, ഓക്കെ റെഡി അല്ലേ? ഒരു മിനിറ്റ് ഇങ്ങോട്ട് വാ, ഒരു മിനിറ്റ്. അദ്യക്കുട്ട ഞാനൊരു കാര്യം പറയട്ടെ. അദ്യക്കുട്ട ഇങ്ങോട്ട് വാ. നീ ഇവിടെ അങ്ങനെ നമ്മൾ പ്രാങ്കാണെന്ന് അറിയാന്ന് പറഞ്ഞു ഗൈസ്. വീഡിയോയിൽ കിട്ടി. പേടിച്ച് വീഡിയോയിൽ കിട്ടി. ഒന്നും കൂടെ പറയും. മിട്ടു ഹായ് ഫ്രണ്ട്സ്, ഫേസ് പെയിന്റ് ട്രൈ ചെയ്യാൻ പോവുകയാണ് ഗൈസ്.
അപ്പോൾ കുറേ കളേഴ്സ് ഉണ്ട്, നിയോൺ കളേഴ്സ് അടക്കം ഉണ്ട്. എനിക്ക് അറിയില്ല എന്താ ചെയ്യണ്ട, എനിക്ക് വരയ്ക്കാനൊന്നും അറിയില്ല. നമ്മൾ വരയ്ക്കാനൊന്നും അറിയില്ല. സോ ഫസ്റ്റ് ടൈം നമ്മളിതേ ഈ ഒരു സംഭവം, ഈ ഒരു പെൺകുട്ടിന്റെ മേലെ വൈറ്റ് സൺ എന്തൊക്കെയാ കാണിക്കുന്നത്, ആ ഒരു സംഭവം വെച്ചിട്ട് നമ്മൾ ടീക്കുട്ടി ട്രൈ ചെയ്യാൻ പോകണം ഫസ്റ്റ് ടൈം. ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഒരു ചേച്ചി ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ടീക്കുട്ടി ഇത് ആദ്യമായിട്ടാട്ടോ ചെയ്യുന്നത്. ഇത് നമ്മൾ ആമസോണിൽ നിന്നാണ് ഇതിന്റെ ഫേസ് പെയിന്റ് ഈ ഒരു സംഭവം വാങ്ങിയത്. പക്ഷെ ഇത് എങ്ങനെ വർക്കിംഗ് ആവും എന്താണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല, എനിക്കറിയില്ല ടിയ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓരോരോ സ്റ്റെപ്സ് ഞാൻ കാണിച്ചു തരാം. യെല്ലോ, ഈ ഒരു യെല്ലോ ഏതെങ്കിലും ഒരു നിനക്ക് ഇഷ്ടമുള്ള ഒരു യെല്ലോ എടുത്തോ. ദൈവമേ, ഫേസ് പെയിന്റിങ് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. കുറച്ച് വെള്ളം, ഇതിൽ വെള്ളം മിക്സ് ചെയ്യണമെന്ന് നമുക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഫേസ് പെയിന്റ് കറക്റ്റായി വന്നോന്ന് നോക്കിയാൽ കുഴപ്പമില്ല. ടീക്കുട്ടി ബാക്കി നോക്കി ചെയ്യട്ടോ, മെല്ലെ വരച്ചോ. ടിഷ്യൂ എടുത്തോട്ടോ, ടിഷ്യൂ എടുത്തിട്ട് ചെയ്തോ. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 700 റുപ്പീസ് ഒക്കെ വരുന്നുണ്ടോ ഈ ഒരു ഷെയ്ഡ്സ് മൊത്തത്തിന്. കുഴപ്പമൊന്നുമില്ല, റിവ്യൂസ് ഒന്നും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമ്മൾ ഷെയ്ഡ്സ് കുഴപ്പമില്ല, ടീക്കുട്ടിയാണ് കുഴപ്പമെന്നാ പറയണത് ഗൈസ്. അങ്ങനെ നമ്മുടെ ഗ്രീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ടീക്കുട്ടി. വൃത്തികേടായിട്ടുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതി. എടാ കുറച്ച് ഷേപ്പിന്റെ ഒരു കുറച്ച് വെള്ളം താക്കിയിട്ട് ആദ്യത്തെ നന്നായിട്ടുണ്ടായിരുന്നു ടിയ. പിന്നെ മേലത്തെ ഗൈസ് പണി പാളിപ്പോയി തോന്നുന്നു. എനിക്ക് 10ൽ ഒരു 4 മാർക്കിന്റെ ഒരു ഇതൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ എന്നാ തോന്നുന്നത്. ചിപ്പി 4 മാർക്കില്ല ഗൈസ്, പോയി 3.5 മാർക്ക്. നിങ്ങൾക്ക് എത്ര മാർക്ക് കൊടുക്കാം താഴെ കമന്റ് ചെയ്തോളൂ കേട്ടോ. ഫസ്റ്റ് ടൈമാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഗൈസ് ഗ്രീൻ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് ഒരു ചെറിയ കൺഫ്യൂഷൻ. അപ്പൊ ആദ്യം ഔട്ട്ലൈൻ മാത്രം ഇടും മുത്തേ. ഓക്കെ, ഇനി അടുത്ത ഒരു ഔട്ട്ലൈൻ ഇട്. അപ്പൊ മനസ്സിലായില്ലേ? അത് കുഴപ്പമില്ല, സൂപ്പർ. അപ്പം എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഇങ്ങനെ നോക്കിയിട്ടൊക്കെ വരയ്ക്കാനുള്ളത്. അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് അറിയുന്ന പോലെ നമുക്ക് ചെയ്യാലോ, നോ പ്രോബ്ലം. നീ ടെൻഷൻ ആവണ്ട. അങ്ങനെ ഒന്നും കിട്ടാതെ ടീക്കുട്ടി എല്ലാം മാച്ച് അവസാനം എന്നാൽ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും സ്റ്റാറോ ഇല്ല വെച്ച് കഴിഞ്ഞാൽ റെയിൻബോ വരെ വരയ്ക്കാൻ നോക്കുകയാണ്. സംഗതി ഒന്നും സെറ്റ് ആവണില്ല ഗൈസ്. പിന്നെ സ്റ്റാർ സൂപ്പർ ആയിട്ടുണ്ട്, അത് മാത്രമേ കിട്ടുന്നുള്ളൂ. അങ്ങനെ കുറെ കുഞ്ഞു സ്റ്റാർ വരച്ചിട്ട് കണക്ട് ചെയ്യടാ. അങ്ങനെ ഇവിടെ ഒരു കുഞ്ഞൻ സ്റ്റാർ വരച്ചിട്ടുണ്ട് ഗൈസ്. അത് വരച്ചപ്പോഴാണ് കുറച്ചൊരു സമാധാനമായത്. മറ്റേതൊരു 3-4 പ്രാവശ്യമെങ്കിലും ടീക്കുട്ടി അത് വൈപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിനി അടുത്തൊരു ഷെയ്ഡിൽ നമ്മൾ ബ്ലൂ കളർ സ്റ്റാർ വരയ്ക്കാനുള്ളതാണ്. മുത്തേ കണ്ണിൻ്റെ കുറച്ച് താഴെ വെച്ചോ, അത് ഫ്ലോപ്പായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആക്കരുത്. അങ്ങനെ ആക്കുമ്പം കണ്ണിൻ്റെ അവിടെ അങ്ങനെ ചുളിഞ്ഞ് അത് മൊത്തം പോകും. ടിഷ്യൂ എടുത്ത് വൈപ്പ് ചെയ്തോ. അങ്ങനെ ടീക്കുട്ടി വീണ്ടും അവിടെ എല്ലാം മാച്ച് ഇവിടെ ഒരു സ്റ്റാർ വെക്കാനുള്ള തീരുമാനത്തിലാണ്. വേറെ ഒന്നും വർക്കാവുന്നില്ല, അതും പോയി ഗൈസ്, എല്ലാം പോയി. മാച്ച് ഞങ്ങൾ ആദ്യക്കൂട്ടനെ ഒന്ന് വിളിക്കാം, നോക്കട്ടെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ തോറ്റു തുന്നം. പോട്ടെ സാരില്ല. അപ്പൊ നീ ഒന്ന് ആലോചിച്ച് നോക്കിയ ഓരോരുത്തരുടെ ക്ഷമ എത്രയുണ്ട്. വരയ്ക്കുന്ന അത് പറഞ്ഞിട്ട് കല്ല് നമുക്കൊക്കെ വരയ്ക്കാം അത്യാവശ്യം. അയ്യോ ഗൈസ് എല്ലാം മാച്ചൂട്ടോള്. അയ്യോ ഫ്ലോപ്പായോ. അങ്ങനെ നമ്മൾ അദ്ദിക്കുട്ടനെ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദിക്കുട്ടന്റെ ടീക്കുട്ടിക്ക് എങ്ങനെയും സൈഡിൽ ചെയ്തിട്ട് നടക്കുന്നില്ല ഗൈസ്. കണ്ണു തുറന്നൊന്നും സംഭവിക്കില്ല. അപ്പൊ ടീ ചേച്ചി അദ്ദിക്കുട്ടന്റെ കുറച്ച് പൂവും എല്ലാം കൂടെ ചെയ്ത് നോക്കുകയാണ്. അത് കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാണിച്ചു തരാം. ടീക്കുട്ടി ഇളക്കല്ലേട്ടോ പൊന്നെ. അദ്ദിക്കുട്ടന്റെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഈ ഫേസ് പെയിന്റിങ് അറിയാവുന്നവരുടെ കയ്യിൽ കിട്ടണം കേട്ടോ, അല്ലാതെ നമ്മളെ പോലെ. പക്ഷെ ടീക്കുട്ടി അത്യാവശ്യം നന്നായിട്ട് വരയ്ക്കുന്ന ആളാണ്. പക്ഷെ എന്തോ ടീക്കുട്ടിക്ക് ഫേസിൽ വരയ്ക്കാൻ കിട്ടുന്നില്ല ഗൈസ്. അതുകൊണ്ടാണ് നന്നായിട്ടുണ്ട്. ഇനി ഇത് കണക്ട് ചെയ്താ ഗ്രീൻ ലൈൻ കണക്ട് ചെയ്തിട്ട് ഇലകൾ വരയ്ക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ അദ്ദിക്കുട്ടനെ വീണ്ടും നമ്മുടെ സൺഫ്ലവർ ആക്കാൻ നോക്കുകയാണ്. പക്ഷേ അത് സൂര്യനായി പോയി ഗൈസ്. സൂര്യന്റെ ബ്ലൂ കളർ രശ്മിയായി. അങ്ങനെ ഏകദേശം അദ്ദിക്കുട്ടൻ നോക്കട്ടെ, ചിക്കു നോക്കട്ടെ ഗൈസ്. കസ്റ്റമർ പിണങ്ങിപ്പോയി. അങ്ങനെ അവസാനം കസ്റ്റമറിന്റെ
നിർദ്ദേശം അനുസരിച്ച് തീക്കുട്ടി കൊടുക്കാൻ നോക്കിയിട്ട് അത് മുഴുവൻ മാച്ച് കളഞ്ഞു ഗൈസ്. നല്ലോണം വായിക്കട്ടെ. എല്ലാം മാച്ച്. സർവീസ് ആയതുകൊണ്ട് നന്നായി വായിക്കട്ടെ. അതെ, ഫ്രീ സർവീസ്. ശരി. അപ്പൊ ഇനി കസ്റ്റമേഴ്സ് ആരെങ്കിലും എറിയരുത്. നിക്ക് ഞാനൊന്ന് പറയട്ടെ. അപ്പൊ ഇനി ആരെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വരുവാണെങ്കിൽ ടീക്കുട്ടി വൃത്തിയായിട്ട് കസ്റ്റമർ സർവീസ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഗൈസ്. പക്ഷെ മായ്ക്കണം പറഞ്ഞ ഇതുപോലെ സംഭവിക്കും. പക്ഷെ അത്രേ ഉള്ളൂ. അപ്പൊ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് അല്ലേ ടിയ? 1 രൂപ പോലും വേണ്ട. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ വിട്ടുവിനെ പോലെ ഭയങ്കര പ്രൊഫഷണൽ വരച്ചു തരും. പ്രൊഫഷണൽ ആണ്. ഐഡിയാസ് ഒക്കെ ഫ്രീ ആണ്. ക്രെഡിറ്റ്സ് ഒന്നും തരണ്ട. ഓ ടിയ അത് പറയരുത് ടിയ, അങ്ങനെയൊന്നും പറയരുത് ടിയ. ഓ അങ്ങനെ പറയരുത്. എങ്ങനെ ഡിസൈൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓ മൈ ഗോഡ് ടിയ, ആരടാ പിക്കബു? ആരടാ നാക്ക് വന്നോ? മിട്ടു മിട്ടു വീഡിയോയിൽ കിട്ടി. പേടിച്ച് വീഡിയോയിൽ കിട്ടി. ഒന്നും കൂടെ പറ. മിട്ടു